ഇത്ര വലിയ കൊള്ള എങ്ങനെ സാധ്യമാകും? അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു പരിപാടിയിൽ എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യായിരുന്നു. അതിന് പിന്നാലെ വന്ന ഒരു പ്രചാരണം, ഇത് ഓഡിറ്റ് റിപ്പോർട്ടല്ല, ഇത് എസ്റ്റിമേറ്റ് മാത്രമാണ്, തെറ്റായ വാർത്ത മാതൃഭൂമി ന്യൂസ് നൽകി എന്ന നിലയിൽ. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് വരുന്ന വിശദീകരണത്തിൽ ഇത് ഓഡിറ്റ് റിപ്പോർട്ടാണ് എന്ന് മിനിമം സമ്മതിക്കുന്നുണ്ട്. രജീഷേ, നമ്മൾ പണ്ട് പറയത്തില്ലേ, ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറയ്ക്കുന്നതിനായിട്ട് 100 കള്ളം പറയേണ്ടി വരും. 100 കള്ളം പറഞ്ഞാലും അതിനൊരു പരിഹാരമാകത്തില്ല. അതാണ് ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഗവൺമെന്റ് ഒരു സ്ഥാപനത്തെ ഓഡിറ്റ് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്തെ ഏറ്റവും വിശ്വസനീയമായ ഒരു സ്ഥാപനത്തെ ഏൽപ്പിച്ചു. അവര് തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ടാണത്. അത് വായിച്ചാൽ മനസ്സിലാകത്തില്ലേ? ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? അതിലവർ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ? അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിനെ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അത് വെറും അക്കൗണ്ട്സ് ഒന്നോ എന്നല്ലേ? അത്തരത്തിൽ ആണ് വ്യാഖ്യാനിച്ചു വരുന്നത്. ഇതാണ് പറയുന്നത്. ഇതാണ് ഈ അടിസ്ഥാനപരമായിട്ട് ശബരിമല വിഷയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഇത് തന്നെയാണ്. സത്യം പറയുകയില്ല. സത്യം വെളി വന്നു കഴിയുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കിടന്നുരുളുക എന്നുള്ളൊരു സമ്പ്രദായമാണ് നടക്കുന്നത്. നമ്മൾ ഇന്നലെ കൊടുത്ത വാർത്ത വളരെ കൃത്യമാണ്. ഇത് ആർക്ക് കൊടുക്കുന്ന റിപ്പോർട്ടാണ്? ആ സ്ഥാപനം, സ്വകാര്യ സ്ഥാപനം നടത്തിയ ഓഡിറ്റ് ദേവസ്വം ബോർഡിന്റെ രേഖകൾ വെച്ചിട്ടാണ് അവർ പരിശോധിച്ചിരിക്കുന്നത്. അവർക്ക് കൃത്യസമയത്ത് വൗച്ചറുകളും മറ്റ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ആരാണ്? ദേവസ്വം ബോർഡിന്റെ ചുമതലയല്ലേ അത്? അവിടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഒരുപാട് പേരുകളുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ട്. അവരെന്തിനാ അവിടെ ഇരിക്കുന്നത്? അവരുടെ ഉത്തരവാദിത്തമല്ലേ ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യത്തില്. അതുപോലെ തന്നെ ഓഡിറ്റർ അത് കൊടുത്ത സമയത്ത്, ഓഡിറ്റർ പരിശോധിച്ച സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പലതവണ നിങ്ങളോട് ആവശ്യപ്പെട്ടു. കാരണം കോടതി 1.5 മാസത്തെ സമയമാണ് പറഞ്ഞിരിക്കുന്നത്. 1.5 മാസത്തിനകം കൊണ്ടുവന്നില്ലെങ്കിൽ അതിനകത്ത് വലിയ നടപടി വരുമെന്ന് പറഞ്ഞു. പിന്നെയും കോടതി സമയം അനുവദിച്ചു കൊടുത്തു. അവസാനം കോടതി രക്ഷ നടപടിയിലേക്ക് പോയ സമയത്തല്ലേ. അപ്പൊ ഇതൊക്കെ പരിശോധിക്കണം. അതിനെ ഒരു ഉദ്യോഗസ്ഥന്മാരെ ശമ്പളം കൊടുത്ത് ദേവസ്വം ബോർഡിൽ വെച്ചിരിക്കുന്നത്. ഇപ്പൊ പറയുന്നത് ഭജൻസിന് പണം നൽകി. പക്ഷെ നമ്മൾ നന്ദഗോവിന്ദം ഭജൻസുമായി സംസാരിക്കുമ്പോൾ അവർക്കങ്ങനെ പണം ലഭിച്ചിട്ടില്ല. മാത്രമല്ല നമ്മുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നിട്ടില്ല. അത് നന്ദഗോവിന്ദം ഭജൻസ് സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്കറിയുന്ന കാര്യവുമാണ്. അത് മാറിപ്പോയതാണ്, ഈ ഭജന സംഘത്തിന്റെ പേര് മാറിപ്പോയതാണ് എന്നൊരു വിശദീകരണം കൂടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അതിപ്പോൾ ഇഷാൻ ദേവിന്റെ സംഗീതാവിഷ്കാരത്തിനാണ് 8 ലക്ഷം രൂപ നൽകിയത്. ആ 8 ലക്ഷം എന്ന തുകയിൽ തന്നെ ഇഷാൻ ദേവിന് 8 ലക്ഷം നൽകിയോ എന്ന കാര്യത്തിൽ തന്നെ വലിയ സംശയമുണ്ട് എന്നത് സ്വാഭാവികമാണ്. ഇങ്ങനെ മാറിപ്പോകുന്നതൊക്കെ എങ്ങനെയാണ്? ഈ വിശദീകരണം എങ്ങനെ കാണണം? അത് തന്നെയാണ് പറഞ്ഞത്. ഈ ദേവസ്വം ബോർഡിൽ എന്തിനാണ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്? ഒരു പക്ഷെങ്കിൽ ആദ്യത്തെ എസ്റ്റിമേറ്റിനത് നന്ദഗോവിന്ദം ഭജൻ അവരാണ് പോപ്പുലർ എന്ന് എഴുതിയിരുന്നിരിക്കട്ടെ. എന്ന് കഴിഞ്ഞാലും അവര് വന്നില്ലെങ്കിൽ അവർ അറിയണ്ടേ? അല്ലെങ്കിൽ ഈ 144 ദിവസമായിട്ട് ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടില്ലേ? അവരാരും അറിഞ്ഞിട്ടില്ലേ? എത്രയോ ആളുകളോട് പങ്കെടുത്തതാണ്. മന്ത്രി പങ്കെടുത്തു, ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളുടെ പ്രസിഡന്റ് അടക്കമുള്ളവരെല്ലാം പങ്കെടുത്തു. അവർക്കാർക്കും അറിഞ്ഞുകൂടെ? അവരക്കാർക്കും മനസ്സിലായില്ലേ? ഉദ്യോഗസ്ഥന്മാർക്കെങ്കിലും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കണമല്ലോ. അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാക്കണമല്ലോ. നന്ദഗോവിന്ദൻ ഭജൻസോടെ വന്നിട്ടില്ല. അവര് കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ ഭജന സംഘമാണ്. മറ്റൊരു സംഘമാണ് അവിടെ പരിപാടി അവതരിപ്പിച്ചത്. അവരുടെ റേറ്റ് ഇതല്ല എന്നത് ഓഡിറ്ററോടെ കൃത്യമായിട്ട് പറയണം. ആ പറയേണ്ട ചുമതല അവർക്കുള്ളതല്ലേ? അവരല്ലേ അത് കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നിട്ട് ഇത് പ്രധാനമായിട്ട് ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെന്നാണ്. ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങൾ അങ്ങനെ കാര്യമായി വായിക്കാതെ എടുത്ത് സ്പെഷ്യൽ കമ്മീഷൻ കൊടുത്തെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിപ്പോ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് കെട്ടിവെക്കേണ്ട റിപ്പോർട്ട് അല്ലിത്. ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ കമ്മീഷൻ പരിശോധിക്കും. പരിശോധിച്ച ശേഷം ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിലേക്കാണ്, ഡിവിഷൻ ബെഞ്ചിലേക്ക് ചെല്ലുന്നതാണ്. ഒരു കേരളത്തിലെ ഏറ്റവും പരമാധികാരം ഉള്ള ഒരു കോടതിയുടെ മുമ്പാകെ അവിടുത്തെ ദേവസ്വം ബെഞ്ചിന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന റിപ്പോർട്ട് ഒരു പരിശോധനയില്ലാതെ ഞങ്ങൾ തല്ലിക്കുടഞ്ഞെടുത്തിട്ട് നേരെ കൊണ്ട് കൊടുത്തെന്നാണ് പറയുന്നത്. ഇതിനാരെല്ലാം വലിയ സംശയകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.